ഹായ് വെൽക്കം ബാക്ക് ടു നെബ്ലുവസി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ വ്ളോഗാണ്, ഡേ ഇൻ മൈ ലൈഫ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. കുറച്ച് ദിവസമായി, ഒരു 5-6 ദിവസമായി വന്നിട്ട്. സിനിമാറ്റിക് മീലൊരു വലിയൊരു വർക്കിൻ്റെ പുറകെയാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിലും തിരക്കിലും ഒക്കെ ആയിട്ട് ആണ്. അപ്പോൾ ഞാനും മോള് മാത്രമായി ഇപ്പോൾ വീട്ടിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിവിടെയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ഷൂട്ട് വരുന്നത് പാലോടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. കൈയും പരിവാരങ്ങളും ഷൂട്ടും ക്യാമറമാനും ആക്ടേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്, നമ്മുടെ ലഞ്ച് ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചു ഉണ്ടാക്കി കേട്ടോ. രാവിലെ ഉണ്ടാക്കി, അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ദാനുപെണ്ണിൻ്റെ പിറകെ നടക്കാൻ സമയമുള്ളൂ. രാവിലെ എഴുന്നേറ്റ് 6:30 മണിയായപ്പോഴും എഴുന്നേറ്റിലെടുപ്പോന്നാ അവൾ എഴുന്നേറ്റ് ഇത് രണ്ടെണ്ണം കണ്ട. ഇപ്പോൾ സ്കൂളിൽ പോകും. ദില്ലു ആൻഡ് നിച്ചു രണ്ടുപേരും ഇപ്പോൾ 8:10 ഇപ്പോൾ. അവർ രണ്ടുപേരും ഇപ്പോൾ 8:30 ആകുമ്പം സ്കൂൾ ബസ് വരും, സ്കൂളിലോട്ട് പോകും. എൻ്റെ വീടും പരിസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാനു, എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യൂ. ദാനു, സ്വാഗതം. ഹായ് പറ. ഹായ്. ചിരിയടി വേണ്ടേ, ഇനി ചിരിയടി വേണ്ടേ, കളി ചിരിയടി വേണ്ടേ. ദാനുവിന് റാഗി കൊടുക്കുകയാണ്. അപ്പോൾ റാഗി ഒരു സ്പൂൺ പൊടിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാച്ചി വെച്ചിട്ടുണ്ട്. കാരണം ഇത്ര പോലും അവൾ കഴിക്കൂല. നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഭയങ്കര നിർബന്ധവും വാശിയാണ്. ഫുഡ്, കുറുക്ക്, കൂരവ്, ഏത്തക്കാപ്പൊടി, അങ്ങനെ ഒരു വക സാധനങ്ങളും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ആദ്യം കൊടുത്തപ്പോഴത്തേക്ക് 2 ദിവസം അവൾ ഏത്തക്ക കുറുക്കും സംഭവങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഒന്നുമേ കഴിക്കില്ല. നിർബന്ധിച്ച് എവിടെയൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ സ്കൂളിൽ പോകാനുള്ള ബഹളമാണ് കേട്ടോ കേൾക്കണത്. അവിടെ റെഡിയാക്കുന്ന ബഹളമാണ് കേൾക്കണത്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു തുടങ്ങി. ക്യാരറ്റൊക്കെ കൊടുത്തു നോക്കി അതൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗിയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫുഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് നമുക്കിപ്പോൾ റാഗി നമ്മൾ പണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് പച്ചയ്ക്ക് അരിച്ചെടുത്തിട്ട് കാച്ചിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത് മുളപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. റാഗി ഒന്ന് ചെറുതായിട്ടൊരു മുള വന്നതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മുളപ്പിച്ചത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സും പ്രോസസ്സും ഒക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഐലൈനർ വരച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുകളിൽ പോളയിൽ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണും തുറക്കാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ബെൽറ്റ് ഇടുന്നുണ്ട്. 8:30 ബസ് വരും. 8:20 കുളിക്കാൻ കയറിയത്. കാക്കക്കുളിയും കുളിച്ച് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. 10 മിനിറ്റ് ഉണ്ട്. കാക്കക്കുളി പെണ്ണാണ്. കാക്കക്കുളി പെണ്ണും കാക്കക്കുളി ചെറുക്കനും. നനഞ്ഞ മുടി കോതല്ല കേട്ടോ. തല നിറയെ പേനുകളാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ തല കാണുമ്പോൾ പേൻ നോക്കാനൊരു. ഇനിയിപ്പോ വൈകുന്നേരം എത്ര മണിക്ക് വരുന്നില്ലു? 4 മണിക്ക്. 4 മണിക്കല്ല, 3:50 ആകുമ്പോഴത്തേക്കും വരും. നമ്മളെ പണ്ടത്തെ പോലെയല്ല, 4 മണി വരെയൊന്നും സ്കൂളില്ല. എന്താണ് പിന്നെ കുറുക്ക് പാപ്പം കഴിച്ചാൽ റെഡി ആയിട്ടിരിച്ച് നല്ലതാണ്. അല്ലേടിട്ടാണ് കുക്കുപാപ്പ കഴിക്കുപോട്ടാനോ? കുക്കുപാപ്പ കഴിക്കുപോട്ടാനോ? ഇപ്പൊ തന്നെ കഴിച്ച പോലെ തന്നെ അല്ലേക്കല്ലേ ഉമ്മി? കുക്കുപാപ്പൻ തരട്ടാ. കഴിച്ചുവോ? കഴിച്ചുവോ? ഇപ്പൊ കാണാൻ കേട്ട ഒരു യുദ്ധം. 3 പേരും കൂടെയാണ് യുദ്ധം നടത്താൻ പോകുന്നത് അല്ലെങ്കിലേ. അപ്പൊ നമുക്ക് കുറുക്ക് പാപ്പം കൊടുക്കാമേ, എങ്ങനെയാണെന്ന് കാണാല്ലേ. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. കണ്ടല്ലോ. ഇനി നമ്മള് ഈ പാത്രം ഇവിടെ വെക്കുന്നു, 2 കൈയും കൂട്ടി പിടിക്കുന്നു, വാ ഇങ്ങനെ പിടിക്കുന്നു. പകുതി ഇങ്ങനെ പോകും. മോന്ത പോണ പോക്ക് കണ്ട. നമുക്ക് കുറുപ്പാപ്പം കഴിക്കണം കേട്ടാ. വെറുതെ കാക്കി തുറയണേ വാ. ഇതാണ് അവസ്ഥ. ഇനി ഇത്രയും കൊടുക്കാൻ കൊണ്ട് ഇത്രയൊന്നും കഴിപ്പൊന്നും നടക്കൂല. എന്നാലും നമുക്ക് നോക്കാം. നമ്മള് വീഡിയോ പിടിക്കുക എല്ലാരും കാണും. ഡാനു കൈയാണത്. മര്യാദയ്ക്ക് കുച്ചോ. സ്കൂൾ വണ്ടിയിലേക്ക് പോകാനുള്ള വെപ്രാളമാണ്. ടാറ്റ പറ. ഇനി വീട്ടിൽ സ്വസ്ഥത, സമാധാനം, സന്തോഷം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരൊറ്റ ബഹളമാണ്. ഇവിടെ ഒരുത്തി കണ്ട. നമ്മൾ യുദ്ധം കണ്ടിന്യൂസ്. അവള് വാപ്പിയും കാത്ത് നിൽക്കാനിട്ട് റെഡി ആയിട്ട് കാണിച്ചു തരാവേ വാപ്പിയെ. ഡാനു ബേബി ഡാഡി കണ്ടതിന്റെ സന്തോഷത്തിലാണ്.
അവളുള്ള വാപ്പിയെ കണ്ടതിന്റെ സന്തോഷത്തിലാണ്. നിങ്ങൾ പുറത്താണ് ചോറ്, ഇന്ന് വലിയ കലത്തിലാണ് ചോറ് കേട്ടോ. നമുക്കിന്ന് ഒരുപാട് പേരുണ്ട്. ഉമ്മ രാവിലെ അതിൻ്റെ പണിയിലാണ്. നമുക്ക് അവിടെ ഷൂട്ടിങ്ങിനുള്ള അവർക്കുള്ള അപ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ രാവിലെ റെഡിയാക്കി. ചോറുമായി, കപ്പയും തോരനും കൂടെ വയ്ക്കാവുള്ളൂ. അവരെപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ലേറ്റ് ആവും. വീട് കാണിച്ചു തന്നിട്ടില്ല, ഞാൻ വീട് കാണിച്ചു തരാവേ. നമ്മുടെ വീട് നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. നമ്മൾ വീട് വെച്ചിട്ട് 10-14 കൊല്ലമായി. അന്ന് അടിച്ച പെയിൻറ്റാണ്. പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മയും ഹലീമായും കൂടെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ പൂക്കുവേ. ഈ ചെടി നമ്മൾ അവിടെ വട്ടപ്പാറ നട്ടിട്ടുണ്ട്, കല്ലേത്ത് നട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ അങ്ങനെ വല്ലപ്പോഴും ഒരിക്കലൊക്കെ പൂ വരത്തുള്ളൂ. സംഭവം എന്തുകൊണ്ട് ആണെന്ന് അറിഞ്ഞുകൂടാ. വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്ക് അതിൽ പൂ വരണമെങ്കിൽ അവിടെ ഫുൾ മരങ്ങളാണ് ചുറ്റും. അപ്പോൾ അതുകൊണ്ടായിരിക്കും, ചോല ഉള്ളത് കൊണ്ടായിരിക്കും പൂക്കാത്തത്. ഇപ്പോൾ എന്തായാലും നല്ല പൂണ്, നല്ല ഭംഗിയല്ലേ ഇത് കേട്ടോ. ഇത് അടുത്ത് നമ്മുടെ ചെടികളാണ്. ഇതെല്ലാം നമ്മുടെ വെളിയിൽ നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. ഇത് നമ്മുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആറാണ്, ഫുള്ള് റബ്ബറാണ് കേട്ടോ. റബ്ബർ ഇത് പാപ്പാടെ പണി സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ, ഫുൾ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ്. ഇതാണ് എൻ്റെ വീട്. ഇത് നമ്മുടെ പണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു ചെടിയാണല്ലേ, മുത്ത് ഉള്ള സാധനം. ഇതതിൻ്റെ പൂവ്, ഇതതിൻ്റെ കായ്. ഇത് നിറഞ്ഞു നിൽക്കും. ഇത് കണ്ടാണ്ട നല്ല രസമാണ് അത് കാണാനായിട്ട്. നിറഞ്ഞു നിൽക്കും ഫുള്ള് റോട്ടിൽ. കണ്ട നല്ല രസമാണ് കേട്ടോ കാണാൻ. പക്ഷേ ഇത് വിഷമാണ്, ഇത് തിന്നാൻ പറ്റൂല കേട്ടോ. ആരെങ്കിലും കയറി തിന്നുവാണെന്നുണ്ടെങ്കിൽ തട്ടിപ്പോകും. തിന്നുകൂടാ. കാണാൻ രസമാണ്. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ സാധനങ്ങളൊക്കെ. അതായത് ഇവിടെ വാഴ, തെങ്ങ് എല്ലാം ഉണ്ട്. സംഭവം ഇത് നമ്മുടെ റംബൂട്ടാനാ. ഇതാണോ? ഇത് റംബൂട്ടാനാണ് കേട്ടോ. അപ്പോൾ റംബൂട്ടാനുണ്ട്, തെങ്ങുണ്ട്. ഇതാ പേര തോന്നിപ്പുണ്ട്. പേര നിപ്പുണ്ട്. മാവ് നിപ്പുണ്ട്. തെങ്ങ് നിപ്പുണ്ട്. ജാമ്പ നിപ്പുണ്ട്. എല്ലാം നിപ്പുണ്ട്. ഇത് അപ്പുറത്തെ ഇതാണ് നമ്മുടെ കുടുംബ വീടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ കുടുംബ വീടിരുന്ന ഒരു 10 സെൻറ്റ് സ്ഥലം. അവിടെ കണ്ടോ ജാതി മരം ഒക്കെ ഉണ്ട്. അപ്പോൾ ജാതി മരം ഇത് വരുന്നത് ആത്തിച്ചക്ക, ശീമപ്ലാവാണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. ഇതുകൊണ്ട് ശീമപ്ലാവ്. ഇതാണ് നമ്മളെ കുടുംബ വീടിൻ്റെ കിണർ. അപ്പം വേറൊരു ആൾക്കാരാണത് വാങ്ങിച്ചത്. വാങ്ങിയിട്ട് അവർ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. ഇപ്പം കിണർ മാത്രമേ ഉള്ളൂ. കിണറും പിന്നെ അന്നത്തെ കുറേ മരങ്ങളും തെങ്ങും സംഭവങ്ങളൊക്കെ നിൽപ്പുണ്ട്. ജാമ്പയൊക്കെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയുടെ വശത്തോട്ട് പോവാം. ഇത് നമ്മുടെ വിറകുപുര. ഓക്കെ, ഇത് നമ്മുടെ ബാത്റൂം. ഇത് നമ്മുടെ കിണറാണ് കേട്ടോ. നമ്മുടെ കിണർ നല്ല ആഴമാണ്. കിണറെന്ന് കാണിച്ചു തരാം. നമ്മുടെ നല്ല ആഴമാണ്. ഫുൾ കാട് കയറി കിടക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ട് ജമന്തി, വാഴ, തെങ്ങ്. നല്ല ആകാശമില്ല, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, നല്ല രസമുണ്ട് നമ്മുടെ ആകാശം കാണാൻ. ഇഞ്ചി കണ്ടോ, ഇഞ്ചി ഇപ്പുണ്ട്. ഇതെന്തുവാണ്? ആത്തി ചക്കയല്ലേ? ആത്തിച്ചക്ക എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 10 മണിയാണ്. 10 മണിയൊക്കെ പോയി. പപ്പയ്ക്ക് ഇത് അഗസ്തി മുരിങ്ങയാണ് കണ്ട. ഇതിൻ്റെ പൂവ് നിൽക്കുന്നുണ്ട, കാണാവൂ പൂവ്. അപ്പോൾ ഇതാണ്. പിന്നെ തെങ്ങ്, മാവ്, മഞ്ഞൾ എല്ലാം നട്ടിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നട്ടിട്ട് അത് ഉണക്കി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ടിന്ന്, ഇവിടെ 2 ടിന്ന് ഇരിപ്പുണ്ട്. എൻ്റെ അവിടെ 1 ടിന്ന് ഉണ്ട്. മഞ്ഞൾ നമ്മൾ വെളിയിൽ തന്നെ മഞ്ഞളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ പപ്പയുണ്ട്, വാഴയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. 10 സെൻറ്റിലാണ് നമ്മളിതെല്ലാം നട്ടിരിക്കുന്നത്. ഇവിടെ പപ്പ തോന്നിക്കണം. പപ്പ ഉണ്ടാ, പപ്പയ്ക്ക നിറഞ്ഞു നിൽപ്പുണ്ട്. പപ്പയ്ക്ക, വാഴ. ആ വാഴ നമ്മളെയല്ല, ഈ വാഴ നമ്മുടെ അല്ല, അത് അപ്പുറത്തെ വീട്ടിലെ വാഴയാണ്. അവിടെ മുരിങ്ങയൊക്കെ നിൽപ്പുണ്ട് കണ്ട. മുരിങ്ങയില നിൽപ്പുണ്ട്. വാഴ നിൽപ്പുണ്ട് കണ്ടോ, എല്ലാം നിൽപ്പുണ്ട് കണ്ട. വാഴ, മുരിങ്ങ എല്ലാം നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പുറക് വശം കേട്ടോ. ആകെ കോലം കെട്ട് കിടക്കുകയാണ്. മുകളിൽ റൂഫിംഗ് ഷീറ്റ് സംഭവങ്ങളൊക്കെ.
മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡ് കാണിച്ചു തരാമേ. സൈഡിൽ കണ്ട പൂവ് 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 പൂവ്. ഇവിടെ പന്നി കയറി കേട്ടോ, കാട്ടുപന്നി കയറി ഫുൾ ഇതായിരുന്നു, മരിച്ചിനിയായിരുന്നു, എല്ലാം നശിപ്പിച്ച്. കണ്ട, എല്ലാം നശിപ്പിച്ചല്ലേ. രാത്രി കാട്ടുപന്നി കയറി എല്ലാം ഇവിടെ പന്നി ഇറങ്ങാറുണ്ട് കേട്ടോ. ഇവിടെ കാട് ആയതുകൊണ്ട് രാവിലെ ഒരു കുറേ കുരങ്ങന്മാർ വന്നു. അതിൻ്റെ വിഷ്വലൊന്നും എടുക്കാൻ പറ്റിയില്ല. വീടിൻ്റെ മണ്ടയിൽ കയറി ഫുൾ ബഹളമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ പുറമേയുള്ള ലൊക്കേഷൻ. നമ്മൾ അകമേയുള്ള ലൊക്കേഷൻ കാണിച്ചു തരാം. ആകെ കുളമായി കിടക്കുകയാണ് സംഭവം. ഇതൊക്കെ എന്താണ്, പിള്ളേർ രണ്ടെണ്ണം കൂടെ വരച്ച് കുറിച്ച് ചുമരൊക്കെ ഭിത്തിയൊക്കെ മൊത്തത്തിൽ മോശമാക്കി. പിന്നെ നമ്മുടെ പണ്ടത്തൊക്കെ വയ്ക്കുന്ന വീടുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്ന് എന്താണ് തണുപ്പ് പിടിച്ചിട്ട് പൊളിഞ്ഞളവത്തില്ലേ, അതേ സിറ്റുവേഷൻ ഈ വീട്ടിലും ഉണ്ട്. തുണി കഴിവട്ടെ, ഇല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ കാണാം. ദാനുക്കുട്ടി ഉറക്കം എഴുന്നേറ്റാ. ഉറക്കം എഴുന്നേറ്റ് ദാനുവിൻ്റെ പരിപാടി എന്തെന്ന് കാണണ്ടേ? വാ നമുക്ക് കാണാം. കണ്ട മച്ചിമായി മോളും കൂടെ മരിച്ചിനി അറിയാണ്. മച്ചിനെ തിന്ന, മച്ചിനെ തിന്ന് കാണിച്ചു കൊടുക്കി, മച്ചിനെ തിന്ന് കാണിച്ചു കൊടുക്കി, മച്ചിനെ തിന്ന് കാണിച്ചു കൊടുക്കി, തിന്ന് കാണിച്ചു കൊടുക്കി. ദാനു മരിച്ചിട്ട് തിന്ന് കാണിച്ചു കൊടുത്താണ്. എന്താ താനുവേ എവിടെ ഇരിച്ചണ? ഉമ്മച്ചിമാരെ മടിയിൽ ഇരിച്ചണ, ഉമ്മച്ചിമാരെ മടിയിൽ ഇരിച്ചണ തന്നെയുടെ പൊന്ന. അതെന്തൊക്കെ മച്ചിനിയാ? അതോ മാച്ചിനി ദോ വായിൽ വെക്കണം. മച്ചിനി മുറിഞ്ഞു പോവോ? 32 പല്ല് വെച്ച് കടിച്ച് മുറിക്കുവോ? ഒരു പല്ല് പോലും വന്നിട്ടില്ല ഇതുവരെ. കിച്ചൺ കാണണ്ടേ? നമ്മുടെ കിച്ചണൊക്കെ അലങ്കോലമായി. നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതായത് ഡോറും സംഭവങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ കിച്ചൺ. കണ്ടോ, ആകെ അലങ്കോലൊക്കെ, ഒന്നും ഒതുക്കിയിട്ടില്ല. വേണ്ട, ഇത് നമ്മുടെ ഹോളാണ് കേട്ടോ. അവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഇത് ഞാൻ വരച്ച പൂവാണ് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ വരച്ചതാണ്. നമ്മൾ പെയിൻ്റ് അടിച്ചപ്പോഴത്തേക്കും അത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ചുറ്റും പെയിൻ്റ് അടിച്ച്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. ഇത് നമ്മുടെ TV സ്റ്റാൻഡും സംഭവങ്ങളും. നമ്മുടെ മുകളിലോട്ടുള്ള സ്റ്റെയറാണ് കേട്ടോ. മുകളിൽ ഒരു നിലയേ ഉള്ളൂ, മുകളിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അയ്യോ കാണാൻ വയ്യ, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബൈക്ക്, കാക്കയുടെ ബൈക്കാണ്. കാക്ക ഗൾഫിൽ പോയപ്പോഴത്തേക്കും നമ്മളെ വീട്ടിനകത്ത് സർവീസ് ചെയ്ത് വെച്ച സംഭവം. സർവീസ് ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. ഇത് വാപ്പാടെ ഉമ്മാടെ മുറിയാണ്. ദിസ് ഈസ് മൈ റൂം ഹേ, കണ്ടോ. ഇതാണ് എൻ്റെ റൂം. നമ്മുടെ ദാനുവിൻ്റെ തൊട്ടിൽ, നമ്മുടെ ബെഡ്, ബാത്റൂം. ഇതൊക്കെ അലങ്കോലമായി കഴിക്കണം, ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന ലഗേജസുകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇതൊക്കെ എൻ്റെ പഴയ പുസ്തകങ്ങൾ, നമ്മളെ PGക്ക് പഠിച്ചതും വീടിന് പഠിച്ചതുമായിട്ടുള്ള പുസ്തകങ്ങളുടെ ശേഖരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ബാക്കി കാണുന്നതൊക്കെ എൻ്റെ പുസ്തകങ്ങളുടെ ശേഖരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഒരു 10-20 നമ്മുടെ വീട് വെച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഫുൾ വർഷവും ഞാൻ ഈ ഒരു മുറിയിലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു റൂം. ഇതാണ് നമ്മുടെ ഹോളും സംഭവങ്ങളൊക്കെ. ഇനി നമ്മുടെ സിറ്റ് ഔട്ടാണ് ഏറ്റവും കിള്ളം സിറ്റ് ഔട്ട്. നല്ല ലോങ് സിറ്റ് ഔട്ടാണ് കേട്ടോ. അത് കണ്ടോ, നല്ല വലിയ സിറ്റ് ഔട്ടാണ്. നമ്മൾ നീണ്ട് നിവർന്ന് സോപാനമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. സോപാനം കണ്ടോ, ഇത്രയും നമ്മൾ സോപാനമാണ്. അപ്പോൾ വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർപോസ് ഏരിയയിൽ വാപ്പാടെ പണി സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഔട്ടർ വ്യൂ ആണ്. ഈ സംഭവങ്ങളൊക്കെ വീട് വാങ്ങിച്ചപ്പോൾ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ. പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ടില്ല. ഈ സംഭവം ഊപ്പർ സംഭവങ്ങളൊക്കെ നമ്മൾ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്. പിള്ളേരുടെ കലാവിരുതുകളെല്ലാം ഉണ്ട് കണ്ടോ. കണ്ടോ, എല്ലാ ചുമരുകളിലും അവർ വരച്ച് കുറിച്ച് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഉള്ള സംഭവങ്ങളായിരിക്കും. ഇത് നമ്മൾ ദില്ലുവിന് ഊഞ്ഞാൽ കെട്ടിയ സംഭവമാണ് കേട്ടോ. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കാണിച്ചു തന്നില്ല. കണ്ട, ഇത് നമ്മുടെ ഷെൽഫിൽ ഇതൊക്കെ ദില്ലുവിന് കിട്ടിയതാണ്. ഇതൊക്കെ മരം കണ്ടോ, ആയിരിക്കുന്ന പെൺകുഞ്ഞിനെ കണ്ടോ, ഈ പെൺകുഞ്ഞിനെ കണ്ടോ, ഇത് ഞാനാണ് കണ്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നമ്മൾ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ PGക്ക് കിട്ടിയതിന് നമുക്ക് തരുന്ന ട്രോഫിയാണ്.
2015-17 ഞാൻ PG കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ 2024 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു ട്രോഫി. ബാക്കിയൊക്കെ ദില്ലുവിൻ്റെ ട്രോഫികളാണ്. ഇത് എനിക്ക് ഇക്ക വാങ്ങിത്തന്ന പാവയാണ് കേട്ടോ. ഡോള് പണ്ടൊരിക്കൽ വാങ്ങിത്തന്ന ഡോളാണ്. എൻ്റെ ഒരു നൊസ്റ്റാൾജിക് കളിപ്പാട്ടമാണിത്. മനസ്സിലാവേ. അതായത് കണ്ടോ, നമ്മുടെ റേഡിയോയാണ്. റേഡിയോ ഞാൻ കുഞ്ഞിലെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോഴേ ഉള്ള സാധനമാണ്. വർക്കാവില്ല. ഞാൻ ചീത്തയായി കിടന്നുകൊണ്ട് ഞാൻ അതിനെ നല്ല വെള്ളത്തിൽ ആക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി, അതെല്ലാം കുളിപ്പിച്ച് അഴുക്കൊക്കെ ആയതുകൊണ്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കി ഷെൽഫിൽ വെച്ചിരുന്നു. ഒന്നും വർക്കാവില്ല കേട്ടോ. അന്നേ ഇതുള്ള സംഭവമാണത്. കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഡ്രം അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിലത്തെ ഒരു കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. തിരക്കായിരുന്നു. അവർക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് വിട്ടു. അപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരും. ഇതിന് എപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ദാനു ഉറക്കം എഴുന്നേറ്റ് അവക്കിനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുക്കണം. ഞാനത് കൊടുത്തിട്ട് വരാം. എന്തൊരു പാപ്പം കഴിക്കണം ദാനു? ഈൻ്റെ പാപ്പം കഴിക്കണം, ചോറ് പാപ്പം കഴിക്കണം, കൂക്ക് പാപ്പം കഴിക്കണം, ഈൻ്റെ പാപ്പം കഴിക്കണം. ഒന്നും കഴിക്കണം. മരച്ചിനി പാപ്പം മതിയാ? മാച്ചിനി പാപ്പം മതിയാ? എൻ്റെ പൊന്നിന് മാച്ചിനി പാപ്പം മതിയാ ദാനു? മാച്ചിനി പാപ്പം മതിയാ ദാനു? ഏതാനും മാച്ചിനി പാപ്പം മതിയാ? ഓ, ഭയങ്കര ജാടയാണ്. ഭയങ്കര ജാടയായിട്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. അവളെ മരിച്ചിന് തിന്നണ എൻ്റെ തിരക്കിലാണ്. നമ്മളടുത്ത് നമ്മുടെ ദാനു പെണ്ണിനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ പോവുകയാണ്. ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് അല്ലേ പെണ്ണ്? നമുക്കിനി കുളിച്ചിട്ട് കാണാട്ടാ. ദാനു പെണ്ണ് കുളിച്ച് സുന്ദരിയായി ഉടുപ്പൊക്കെ ഇട്ട് ക്രീമൊക്കെ ഇട്ട് അല്ലെങ്കിൽ പൊന്ന നിന്റെ പൊന്ന എവിടെ? തക്കിടവേ സുന്ദരിയായി നമുക്ക് ചോറ് പാപ്പം കഴിക്കണം അല്ലേ? ചോറും ഇച്ചിരി നെയ്യും ഇവിടെയൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കണം. മാലയിൽ പിടിക്കണം. മാലയിൽ ചുണ്ടല്ല മാല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിച്ചത്? അപ്പൊ ഉമ്മച്ചിക്ക് ഒരു മാലയേ ഉള്ളൂ. അവിടെ മക്കൾക്ക് തന്നെ ഒന്നുമില്ല. ഓ, നമുക്ക് ഞാൻ ചോറ് പാപ്പം കൊടുക്കാൻ പോയേനെ. അയക്കപ്പെണ്ണല്ലേ ഇത്? അഴുക്കപ്പെണ്ണല്ലേ ഇത്? എനിക്കൊരു ഉമ്മൻ തരാട്ടെ. അയക്കപ്പെണ്ണല്ലേ ഇത്? ക്യാമറ കാണുമ്പോഴത്തേക്ക്, വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവളെ തന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഉറങ്ങിയില്ല. എപ്പോഴും ഫുള്ള് ഉണർന്നാണ് കിടന്നത് രാത്രി. പിന്നെ രാവിലെ ഫുള്ള് ഉറക്കി തീർക്കുവാണ് അവള്. നീ തന്നെ അത് നോക്ക്. ഡാനുപ്പെണ്ണ് തന്നെ. ഡാനുപ്പെണ്ണ് തന്നെ. ഓ, നീ എവിടെ? ഉമ്മിയും ഡാനും. ഡാനുപ്പെണ്ണ് എവിടെ? ആ കണ്ട അടിച്ച് കാണിക്കണേ. ഡാനുപ്പെണ്ണ് എവിടെ? ഡാനുപ്പെണ്ണ് എവിടെ? ഡാനു എവിടെ? ഡാനു എവിടെ? ഡാനു അത് തന്നെ. നമുക്ക് ചെറിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വാപ്പി പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ നമ്മളെ വണ്ടി ഓടിക്കണതില്ലേ, അത് വാപ്പി പഠിപ്പിച്ചു കൊടുത്ത്. ഇത് ഉമ്മച്ചിയാ പഠിപ്പിച്ചു തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ ഡാനു ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത് ഉമ്മച്ചി പഠിപ്പിച്ചു തന്നെ. എവിടെ പോന്നാ? മതി ഇനി ചോറ് കഴിക്കാൻ പോവാം. ഓ, ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്കും 5:30 അവൾ സാധാരണ ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാത്തതാണ്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവളെ ഉറക്കിയിട്ട് ഞാനങ്ങനെ കിടന്നു. സാധാരണ അവിടെയാണെങ്കിൽ നമ്മൾ അവളെ ഉറക്കിയിട്ട് ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്കും നാണ്ട നിൽക്കുന്നു. ഒരു സ്കൂള് വിട്ടൊക്കെ വന്നു. 3:45 വന്നല്ലേ അവളെ? 3:45 അവർ സ്കൂള് വിട്ടൊക്കെ വന്ന്. അവൾ അടുത്ത് ട്യൂഷനും പോയി. കുളിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ദില്ലു ട്യൂഷന് പോയി. അവനെ ട്യൂഷന് ചേർത്തിട്ടില്ല. അവനിവിടെ തന്നെ ഉണ്ട്.
മച്ചാനാണ് കേട്ടോ, മച്ചാൻ. എന്നെ ഉച്ചു 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 ഒന്നിനെ ഇരിക്കുകയാണ്. ഉറക്കം എഴുന്നേറ്റിട്ട് ഒന്നും കൊടുത്തില്ല, അതിങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഇങ്കി കുടിക്കാം കേട്ടോ. നീ എന്തിനാ കഴിച്ചിട്ടാ? ചോറ് കഴിച്ചാ? ചോറും കറി എന്തിര്? മീനാ? ഞാൻ പറയല്ലേ, ചിക്കൻ. ആ ചിക്കന് പിന്നെ വേറെ എന്തിനുണ്ടായിരുന്നു? മച്ചിന് പിന്നെ എന്തിനുണ്ടായിരുന്നു? ചോറ്. പിന്നെ എന്തിനുണ്ടായിരുന്നു? തോരയില്ലായിരുന്നു? അവയെ അജയകാലമായിട്ട് അവയെ കഴിക്കാൻ പറ്റില്ല, അതാണ് സംഭവം. ഞാൻ കൈ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലൈറ്റ് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. നല്ല മഴക്കോള് വരുന്നുണ്ട്. അപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ല. ഇവിടെ ലൊക്കേഷനായിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് വരാമെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മിക്കവാറും രാത്രി ആവുമായിരിക്കും. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ രാത്രിയാവും അവരെത്താൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇനി ഇച്ചിരി കുറുക്കെന്തെങ്കിലും കൊടുക്കണം, പിന്നെ എനിക്ക് കുളിക്കണം. അവർ വരണതിന് മുന്നേ ഇതൊക്കെ ചെയ്യണം. അതിന് മുന്നേ ഇവിടെയുള്ള 2 പേര് കമ്മിറ്റിക്ക് പോയില്ലേക്കളെ, കുടുംബശ്രീ കമ്മിറ്റിക്ക്. ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവർ ഷൂട്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു സാധാരണ നടത്തണം അല്ലേ? ഇവിടെ എല്ലാ തിങ്കളാഴ്ച ഇവിടെ അല്ലേ കമ്മിറ്റി നടത്തണേ? എല്ലാ ഇന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്ത് അപ്പുറത്ത് വെച്ചിട്ട് നടത്തുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷൂട്ടിനുള്ളവർ വരുന്നുണ്ടെങ്കിലോ അപ്പം അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ട എന്നുള്ള രീതിയിൽ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വയ്യല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അപ്പുറത്തെ വീട്ടിലോട്ട് മാറ്റി. എന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്യുവാണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. അറ്റ് മൈ ഹോം. രാവിലെ എഴുന്നേൽക്കുന്നു, ദാനുവിന് കുറുക്ക് കൊടുക്കുന്നു, ദാനുവിനെ കുളിപ്പിക്കുന്നു, അവളുടെ കാര്യങ്ങൾ നോക്കുന്നു, പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അവിടെയാണെങ്കിൽ നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും. നമ്മളെങ്ങോട്ടെങ്കിലും പുറത്തോട്ടൊക്കെ പോകുന്നതൊക്കെ വരും. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂറൊക്കെ ചെയ്യാമോ എന്ന്. നമ്മൾ ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു ഹോം ടൂർ ചെയ്യാം. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളുടെ വീഡിയോ ചെയ്യണം. പിന്നെ അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ദാനുവിനെയും കൊണ്ട്, ഞാനും മിക്കായും ദാനുവാണല്ലോ, നമ്മൾ 3 പേരുമാണ് അവിടെ. അപ്പോൾ ദാനുവിനെയും കൊണ്ട് ഞങ്ങൾ ഉള്ള തത്രപ്പാടുകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ രാവിലെ എഴുന്നേറ്റ് ദാനുവിൻ്റെ പിറകെ നടക്കാനേ സമയമുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്യണതൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് മിക്ക ദിവസം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. എവിടെയും കയ്യിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അവളൊന്നിനും സമ്മതിക്കാറില്ല. അതാണ് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നവർ അവൾ മിണ്ടാതെ കിടക്കും. ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബഹളമായിരിക്കും. പിന്നെ നമ്മളൊറ്റ കയ്യിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്കാടെ പോർഷൻസ് വരുമ്പോൾ ഞാൻ എൻ്റെ തോളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അതുപോലെ എൻ്റെ പോർഷൻസ് വരുമ്പോൾ ഇക്കാടെ തോളിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇവളുടെ കാര്യങ്ങൾ വീട്ടിൽ നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അവളെ അയപ്പിച്ചിട്ട് നമുക്ക് വീഡിയോസ് കറക്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയാണ്. ഇതിപ്പോൾ ഞാനും മിക്കായും അവൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ അവളുടെ കാര്യങ്ങൾ നോക്കി വരുമ്പോൾ തന്നെ നമ്മുടെ സമയങ്ങളൊക്കെ പോകും. പിന്നെ ഒക്കെ എഴുതി വെക്കുന്നു കേട്ടോ മിക്ക ദിവസം. പക്ഷെ നമുക്ക് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാറില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഇവള് സമ്മതിക്കാറില്ല. അപ്പോൾ ചെന്നിട്ടെങ്കിലും എല്ലാം ഓക്കെ ആക്കണം എന്നുള്ള ഒരു ഇതുണ്ട്, എടുക്കണം എന്നുള്ളതുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് കുറവായിരുന്നു. നമ്മൾ ഇത്രയാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.